ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗയുടെ ആത്മകഥ ശ്രീയം എപ്പിസോഡ് 19. ബദ്രിനാഥിൽ എത്തിയ സത്യാന്വേഷകൻ. ഞാൻ ബദ്രിനാഥിൽ എത്തിയപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിരുന്നു. നരനാരായണ പർവ്വതനിരകളും മഞ്ഞു മൂടിക്കിടക്കുന്ന നീലകണ്ഠ പർവ്വതവും കണ്ണുകൾക്ക് ആനന്ദം പകർന്നു. ശക്തമായി ഒഴുകുന്ന അളകനന്ദയിലെ നിർമ്മല ജലം ബദ്രിനാഥ് ക്ഷേത്രത്തിന് സമീപത്തു കൂടി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കി നിന്നപ്പോൾ എൻ്റെ ശാരീരികവും മാനസികവുമായ എല്ലാ ക്ലേശങ്ങൾക്കും അറുതി വന്നു. മനസ്സ് പ്രശാന്തമായി. ഉന്മേഷവും ഉത്സാഹവും മനസ്സിൽ അലതല്ലി. ബദ്രിനാഥിലെ പുതിയ സ്ഥലങ്ങൾ കാണാൻ പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ റാവൽജിയെ കാണാൻ ശ്രമിച്ചു. അദ്ദേഹം ബദ്രിനാരായണ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനാണ്. പ്രാചീന കാലം മുതൽ തന്നെ കേരളത്തിൽ നിന്നുമുള്ള നമ്പൂതിരി ബ്രാഹ്മണരാണ് ക്ഷേത്രത്തിലെ റാവൽജിമാർ. ബൗദ്ധ സ്വാധീനത്തിൽ നിന്നും മോചിപ്പിച്ച് ബദ്രിനാരായണ ക്ഷേത്രം പുനഃസ്ഥാപിച്ചതിന് ശേഷം ശ്രീ ശങ്കരാചാര്യർ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ കേരളത്തിൽ നിന്നുമുള്ള നമ്പൂതിരി ബ്രാഹ്മണൻ ആയിരിക്കുമെന്ന് വ്യവസ്ഥ ചെയ്തു. പുരോഹിതൻ റാവൽജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മലയാളത്തിൽ ആരോടെങ്കിലും സംസാരിക്കാൻ മനസ്സ് വെമ്പൽ കൊണ്ടു. മലയാളിയായ റാവൽജിയോട് സംസാരിക്കാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ആദ്യം തപ്തകുണ്ടിലെ ചൂടുവെള്ളത്തിൽ കുളിച്ചു. തപ്തകുണ്ടിൽ വർഷം മുഴുവനും പ്രകൃതിദത്തമായ ഉറവുകളിൽ നിന്നും വെള്ളം ഒഴുകിയെത്തും. കുളി കഴിഞ്ഞിട്ട് സൂക്ഷിച്ചു വച്ചിരുന്ന വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു. ബദ്രിനാഥ് ക്ഷേത്ര കവാടത്തിൽ നിന്നുകൊണ്ട് ബദ്രിനാരായണനെ വന്ദിച്ചു. എന്നിട്ട് റാവൽജിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകാൻ വേണ്ടി റോഡ് മുറിച്ചു കടന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയോട് സംസാരിച്ചതിന് ശേഷം മുഖമണ്ഡപത്തിൽ ഏതാനും മിനിറ്റ് കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഒരാൾ വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്നെ ആനയിച്ചു. റാവൽജിയുടെ പേര് കേശവൻ നമ്പൂതിരി എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രസാദാത്മകത കളിയാടിയിരുന്നു. സുന്ദരനും സുമുഖനുമായ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അതീവ ഹൃദ്യമായിരുന്നു. മലയാളത്തിൽ തന്നെയായിരുന്നു കൂടുതലും സംസാരിച്ചതിൻ്റെ ഏകദേശ രൂപം ഈ പ്രകാരമാണ്. എന്താ നിങ്ങളുടെ പേര്? ശിവപ്രസാദ്, ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ യഥാർത്ഥ പേര് അദ്ദേഹത്തോട് പറയുകയാണെങ്കിൽ യഥാസ്ഥിതികനായ നമ്പൂതിരി ബ്രാഹ്മണൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു. ഈ ചെറുപ്രായത്തിൽ ഇവിടെ എത്തിച്ചേരാൻ നിങ്ങളെ എന്താണ് പ്രേരിപ്പിച്ചത്? കുട്ടിക്കാലം മുതൽക്കേ എനിക്കുണ്ടായിരുന്ന ആധ്യാത്മിക താല്പര്യങ്ങളെപ്പറ്റി ഞാൻ വിശദീകരിച്ചു. ഞാൻ ധ്യാനം പരിശീലിക്കുന്നതും മഹത് വ്യക്തികളെയും പുണ്യാത്മാക്കളെയും കാണുന്നതും അദ്ദേഹത്തോട് പറയുകയുണ്ടായി. പ്ലാവിൻ ചോട്ടിൽ വെച്ച് കണ്ടുമുട്ടിയ അത്ഭുത യോഗിയെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അത് പറയാനുള്ള ശ്രമം വിജയിക്കുകയില്ലെന്ന് ആശങ്കപ്പെട്ടിരുന്നു. അത് പറയാൻ എൻ്റെ കണ്ഠനാളം ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. ഹിമാലയത്തിനോടുള്ള എൻ്റെ ഒടുങ്ങാത്ത അഭിനിവേശത്തെപ്പറ്റിയും വിസ്തരിച്ചു. കുട്ടിക്കാലം മുതൽക്കേ ഹിമാലയം എന്നെ ആകർഷിച്ചിരുന്നുവെന്നും ഇപ്പോൾ ഒരു അധ്യാത്മ ഗുരുവിനെ അന്വേഷിച്ചു കൊണ്ടുള്ള യാത്ര തുടരുകയാണെന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഹിമാലയ സാനുക്കളിൽ അനേകം യോഗികൾ ഏകാന്തതയിൽ തപസ്സന്വേഷിക്കുന്നതായി കേട്ടിട്ടുണ്ട്. തനിക്ക് ബോധ്യപ്പെട്ട ആരെങ്കിലും എനിക്ക് വഴികാട്ടിയായി നിർദ്ദേശിക്കാൻ റാവൽജിക്ക് കഴിയുമോ? ഞാൻ ആരാഞ്ഞു. റാവൽജി ഹൃദയം തുറന്ന് ഉറക്കെ ചിരിച്ചുകൊണ്ട് പാവം എന്ന് പറഞ്ഞിട്ട് തുടർന്നു. ബദ്രിനാഥ ക്ഷേത്രം സ്ഥാപിക്കാൻ വേണ്ടി മഹാനായ ഒരു യോഗി കേരളത്തിൽ നിന്നും എത്രയോ ദൂരം താണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നത് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അതേ പ്രദേശത്തു നിന്നും നിങ്ങൾ ഒരു ഗുരുവിനെ അന്വേഷിച്ചുകൊണ്ട് ബദ്രിനാഥിൽ വന്നിരിക്കുന്നു. വളരെ നല്ല കാര്യം. ഒരു നിമിഷം മൗനം അവലംബിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, അതിരിക്കട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആരുടെയും പേരുകൾ എനിക്ക് തോന്നുന്നില്ല.
തീർത്ഥാടന കാലത്ത് പുണ്യാത്മാക്കളും സന്യാസിമാരും ഇവിടെ വരികയും കൊടും തണുപ്പ് കാലത്ത് അവർ മടങ്ങിപ്പോകുകയും ചെയ്യുന്നു. ഞങ്ങളും താഴ്വാരത്തിലേക്ക് പോകുന്നു. തണുപ്പ് കാലത്ത് ജോഷിമഠത്തിൽ തങ്ങുന്നു. ബദ്രിനാഥ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 11,000 അടി ഉയരത്തിലാണ്. തണുപ്പ് കാലത്ത് ഇവിടെയെല്ലാം തണുപ്പ് കൊണ്ട് ഉറച്ചു പോകുന്നു. ഞാൻ ചില കിംവദികൾ കേട്ടിട്ടുണ്ട്. നിഗൂഢമായ ജീവിതം നയിക്കുന്ന ചില മഹാത്മാക്കൾ വർഷം മുഴുവനും വ്യാസഗുഹയിലും മുചുകുന്ദ ഗുഹയിലും താമസിക്കുന്ന പോലും. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത്തരം കിംവദന്തികൾ ബദരിനാരായണൻ്റെ ഐന്ദ്രജാലിക പ്രഭാവത്തെ ഉയർത്തിക്കാട്ടാൻ മാത്രമാണ് സഹായകരമാകുന്നത്. നിങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങളാണ് വേണ്ടതെങ്കിൽ ശങ്കരാചാര്യരുടെ ഉപനിഷത്തുക്കളുടെ വ്യാഖ്യാനങ്ങളും വിവേക ചൂടാമണി തുടങ്ങിയ മഹത്തായ കൃതികളും സമർത്ഥരായ വേദ പണ്ഡിതന്മാരിൽ നിന്നും അധ്യയനം ചെയ്യുന്നത് അഭികാമ്യമായിരിക്കും. നിങ്ങൾ സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, വളരെ കുറച്ച് മാത്രം. എന്നാൽ താങ്കൾ പരാമർശിച്ച കൃതികളുടെ ഇംഗ്ലീഷിലുള്ള തർജ്ജമകൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അത് മതിയാവുകയില്ല. പരിഭാഷകൾക്ക് പരിമിതിയുണ്ട്. അതിരിക്കട്ടെ, നിങ്ങൾക്ക് തങ്ങാൻ ഒരിടം വേണ്ടേ? ഇവിടെ തങ്ങാനുള്ള സൗകര്യങ്ങൾ കുറവാണ്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പർണശാല ഏർപ്പെടുത്താം. കുറച്ചകലെ അളകനന്ദയ്ക്ക് അക്കരെയാണത്. നിങ്ങൾക്ക് 2 നേരത്തെ ഭക്ഷണത്തിലുള്ള ഏർപ്പാട് ഇവിടെ ചെയ്യാം. ഞാൻ എൻ്റെ സഹായിക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ പുറത്തുള്ള മുറിയിൽ ചെന്നാൽ കഴിക്കാൻ എന്തെങ്കിലും കിട്ടും. ബദരിനാരായണൻ്റെ അനുഗ്രഹത്താൽ പ്രസാദത്തിന് ഒരിക്കലും മുട്ടുവരാറില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കുറച്ച് ദിവസം ഇവിടെ തങ്ങുക, മനോഹരമായ സ്ഥലങ്ങൾ കാണുക. എന്നിട്ട് കേരളത്തിലേക്ക് മടങ്ങി വിദ്യാഭ്യാസം തുടരണം. ഭാരതീയ തത്വശാസ്ത്രത്തിൽ PhD പോലുള്ള ബിരുദം കരസ്ഥമാക്കി അച്ഛനമ്മമാരെ ശുശ്രൂഷിച്ചുകൊണ്ട് സംതൃപ്തമായ ജീവിതം നയിക്കൂ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. കുറച്ച് ദിവസം ഇവിടെ കഴിയാവുന്നതാണ്. അതുകൊണ്ട് ഹിമാലയത്തിൽ ഒരു ഗുരുവിനെ തേടിയുള്ള അലച്ചിലിൽ നിങ്ങളുടെ ഊർജവും സമയവും പാഴാക്കരുത്. ഒടുവിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും. പിന്നീട് പിന്തിരിയാൻ വയ്യാത്ത അവസ്ഥയിൽ പെട്ടുപോകും. ഞാൻ ഒരു വിശേഷ മുന്നറിയിപ്പ് കൂടി തരാൻ ആഗ്രഹിക്കുന്നു. അതിന് കാരണമുണ്ട്. ചില കള്ളസന്യാസിമാർ വിദ്യാസമ്പന്നരായ യുവാക്കളെ ശിഷ്യന്മാരാക്കാൻ ആഗ്രഹിക്കുന്നു. അത്തരം വ്യാജസിദ്ധന്മാർക്ക് പറ്റിയ ഇരയാണ് നിങ്ങൾ. കൂടാതെ കുറേ കഞ്ചാവ് സ്വാമിമാരുണ്ട്. അവരിൽ മിക്കവാറും മയക്കുമരുന്നുകൾക്ക് അടിമകളാണ്. മാദക പദാർത്ഥങ്ങളുടെ പ്രഭാവത്താൽ അവർ കാണുന്ന കാഴ്ചകളെ സത്യമായി കരുതുന്നു. അത്തരക്കാരെ ശ്രദ്ധിക്കണം. അവരെ മഹാമാരിയെപ്പോലെ അകറ്റി നിർത്തണം. നിങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കൂ. എൻ്റെ സഹായി നിങ്ങൾക്ക് പർണശാല കാണിച്ചു തരും. ബദരിനാരായണായുള്ള സന്ധ്യാരാധനയ്ക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സന്ധ്യയ്ക്കുള്ള ദീപാരാധനയിൽ പങ്കെടുക്കൂ. അതിനുശേഷം ഇവിടെ വരൂ. നമുക്ക് കുറച്ച് സമയം സംസാരിക്കാം. ശരി, പിന്നെ കാണാം. കേരളീയ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചു. പുരോഹിതൻ്റെ സഹായി എന്നെയും കൂട്ടിക്കൊണ്ട് പാലം കടന്ന് കാലി കബളിവാല കുടീരത്തിലെത്തിച്ചു. ഗർജിച്ചു കൊണ്ടൊഴുകുന്ന അളകനന്ദ പകലും രാത്രിയും അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. ഞാൻ എന്നും ക്ഷേത്രാരാധനയിൽ പങ്കെടുക്കുകയും റാവൽജിയുടെ വസതിയിൽ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അദ്ദേഹം വളരെ തിരക്കുള്ള വ്യക്തിയായിരുന്നു. ധാരാളം സന്ദർശകർ അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു. എന്നിരുന്നാലും 3 ദിവസത്തിനുള്ളിൽ 1-2 തവണ അദ്ദേഹത്തെ സന്ദർശിക്കാൻ എനിക്ക് അവസരം കിട്ടി. അദ്ദേഹത്തിൽ നിന്നുമാണ് എനിക്ക് ബദ്രിനാഥിനെ പറ്റിയും അതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളെപ്പറ്റിയും ഏറെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞത്. കേദാർഖണ്ഡ് എന്ന പ്രദേശത്തിൽപ്പെടുന്ന സ്ഥലമാണ് ബദ്രിനാഥ്.
നരനും നാരായണനും ഇവിടെ ഇരുന്നാണ് തപസ് അനുഷ്ഠിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ സ്ഥലം അളകനന്ദ നദിയുടെ താഴ്വാര പ്രദേശമാണ്. നരൻ എന്നും നാരായണൻ എന്നും വിളിക്കുന്ന രണ്ട് പർവ്വതങ്ങളുടെ ഇടയ്ക്കാണ് ഇതിൻ്റെ സ്ഥാനം. തപ്തകുണ്ടിലെയും ബ്രഹ്മ കപാലിലെയും ഉഷ്ണജല അരുവികൾ പവിത്രമായ സ്നാനത്തിന് പ്രസിദ്ധമാണ്. ബദ്രിനാഥ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം നടത്തിയത് ശങ്കരാചാര്യർ ആണെന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രത്തിലെ ബുദ്ധവിഗ്രഹം എടുത്തുമാറ്റിയിട്ട് തൽസ്ഥാനത്ത് നാരായണൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയുണ്ടായി. പഴയ ബുദ്ധവിഗ്രഹം ഒരു പഴയ കിണറ്റിൽ ഉപേക്ഷിക്കുകയുണ്ടായി. ഇതേപ്പറ്റി ചരിത്രപരമായ തെളിവുകൾ ഒന്നും തന്നെ ലഭ്യമല്ല. ബദരി ഒരു കാലത്തെ ബൗദ്ധകേന്ദ്രം ആയിരുന്നുവെന്നത് നിരാകരിക്കാൻ കഴിയുകയില്ല. ബദരി സ്ഥിതി ചെയ്യുന്നതും ടിബറ്റൻ അതിർത്തിക്ക് സമീപത്താണ്. ബദ്രിയിൽ നിന്നും അളകനന്ദയുടെ തീരത്തിലൂടെ 7 കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ മാന എന്ന ഗ്രാമത്തിൽ എത്തിച്ചേരാൻ കഴിയും. ഇന്ത്യയുടെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അവസാനത്തെ ഗ്രാമമാണ് മാന. ഇവിടെ വസിക്കുന്നവർ ടിബറ്റൻ വംശജരാണ്. ബദ്രിനാഥ ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്ത് 2 കിലോമീറ്റർ ദൂരെ ഗൗഡപാദശീല എന്ന അറിയപ്പെടുന്ന ഒരു പാറയുമുണ്ട്. അത് അളകനന്ദയുടെ ഇടതുഭാഗത്തുള്ള കരയിലാണ്. അവിടെ ശുകദേവൻ്റെ ശിഷ്യനായ ഗൗഡപാദരുടെ ആസ്ഥാനമായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ഗൗഡപാദർ അവിടെയിരുന്നാണ് മാണ്ഡ്യൂകോപനിഷത്തിന് വ്യാഖ്യാനം രചിച്ചത്. ശങ്കരാചാര്യർ ഗൗഡപാദരെ സന്ദർശിക്കുകയും അദ്ദേഹം ആചാര്യസ്വാമികളോട് ഉപനിഷത്തുകൾക്ക് വ്യാഖ്യാനങ്ങൾ രചിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ ഭാഗത്തുള്ള എടുത്തു പറയേണ്ട ഒരു സ്ഥലമാണ് വ്യാസഗുഹ. അവിടെ വേദങ്ങൾ സമാഹരിച്ച വ്യാസൻ തങ്ങിയിരുന്നു. വ്യാസമഹർഷി ബദരായണൻ എന്ന് അറിയപ്പെട്ടിരുന്നു. കുരുപരുത്തി മരങ്ങൾ, അതായത് ബാദരം നിറഞ്ഞ വനത്തിൽ വസിച്ചിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പേര് കിട്ടിയത്. ഈ വനത്തിന് സമീപത്താണ് മാന എന്ന ഗ്രാമം. വേനൽക്കാലത്ത് ചില സമയങ്ങളിൽ മഹാത്മാക്കൾ വ്യാസഗുഹയും സമീപ പ്രദേശങ്ങളിലുള്ള മറ്റു ഗുഹകളും പതിവായി സന്ദർശിക്കാറുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. കേശവ പ്രയാഗിൽ വെച്ച് അളകാനന്ദ സരസ്വതി നദിയുമായി കൂടിച്ചേരുന്നു. സരസ്വതി നദി ഭൂഗർഭ പാതയിലൂടെയാണ് അവിടെ വന്നു ചേരുന്നത്. മാനയിലെ മലയിടുക്കിലെ പാതയിലൂടെയാണ് സമുദ്രനിരപ്പിൽ നിന്നും 18,000 അടി ഉയരത്തിലുള്ള ടിബറ്റിലേക്ക് പ്രവേശിക്കുന്നത്. വീണ്ടും മുകളിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ വസുന്ധര വെള്ളച്ചാട്ടവും സ്വർഗാരോഹിണി എന്ന സ്ഥലവും കാണാൻ കഴിയും. മഹാഭാരതത്തിൽ സ്വർഗാരോഹിണിയെപ്പറ്റി സൂചനയുണ്ട്. ഇവിടെ നിന്നുമാണ് യുധിഷ്ഠിരനെ ഇന്ദ്രൻ്റെ രഥത്തിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത്. പ്രകൃതി സൗന്ദര്യം കളിയാടുന്ന സ്ഥലമാണ് ബദ്രിനാരായൺ. ചുറ്റും മഞ്ഞുകൊണ്ട് മൂടിയ കൊടുമുടികൾ. ഈ പ്രദേശത്തെ ചുംബിച്ചുകൊണ്ടാണ് അളകനന്ദ ഒഴുകുന്നത്. ഏകാന്തതയും ധ്യാനവും ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥലം തികച്ചും അനുയോജ്യമായിരുന്നു എന്ന് പറയാൻ കാരണമുണ്ട്. വിനോദസഞ്ചാരികളുടെ അനിയന്ത്രിതമായ വരവോടെ ഈ സ്ഥലമാകെ മലിനപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാത്ത അവർ പവിത്രമായ സ്ഥാനങ്ങളെപ്പറ്റി ബോധവാന്മാരല്ല. പണം സമ്പാദിക്കാൻ ആർത്തിയുള്ള കച്ചവടക്കാർ നടത്തുന്ന പീടികകൾ എവിടെയും കാണാൻ കഴിയും. അപകട സാധ്യതയെപ്പറ്റി മുൻകൂട്ടി കാണാൻ കഴിയാത്ത യാത്രക്കാരെ ഏതുവിധവും അവർ ചൂഷണത്തിന് വിധേയരാക്കുന്നു. ഞാൻ അടുത്തിടെ നടത്തിയ സന്ദർശന വേളയിൽ ഒരാൾ സുന്ദരിയായ ഒരു ഗഡ്വാലി പെൺകുട്ടിയെ ഒരു രാത്രി സമയത്ത് വിൽക്കാൻ ശ്രമിക്കുന്നത് കാണാനിടയായി. ബദ്രിനാഥുമായി ബന്ധപ്പെട്ട പല ഓർമ്മകളും മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. അവയിൽ ആവേശകരമായ ആനന്ദം പകരുന്ന ഒരു ഓർമ്മ പരാമർശനം അർഹിക്കുന്നു.
മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന പൗർണമി രാവിൽ ബദ്രിനാഥ് പ്രദേശമാകെ ഉജ്ജ്വലമാകെ തിളങ്ങിയിരുന്നു. ആ സ്ഥലം മുഴുവൻ ഉരുക്കിയ വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ടതുപോലെ അനുഭവപ്പെട്ടു. എന്നാൽ ഇത്തരം ഹൃദയം കവരുന്ന കാഴ്ചകൾ എന്തുകൊണ്ടോ മനസ്സിന് ആശ്വാസം പകർന്നില്ല. വിദ്യാസമ്പന്നനായ എന്നെപ്പോലുള്ള ഒരു യുവാവിനെ ഇവിടെ നിന്നും ഒന്നും കിട്ടാനില്ലെന്നും അതിനാൽ ഞാൻ മടങ്ങി നാട്ടിൽ പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്നുമുള്ള രാഹുൽജിയുടെ അഭിപ്രായ പ്രകടനങ്ങൾ എൻ്റെ മനസ്സിൽ സന്ദേഹങ്ങൾക്ക് വഴിതെളിച്ചു. എൻ്റെ മനസ്സാകെ ഉലഞ്ഞു. ഒരു ദിവസം പർണശാലയുടെ മുന്നിലിരുന്നു കൊണ്ട് ഞാൻ ദൃഢനിശ്ചയം ചെയ്തു. ഞാൻ മാന ഗ്രാമത്തിൽ പോകും. അവിടെ ഏതെങ്കിലും ഗുഹയിൽ വസിക്കുന്ന ഒരു മഹായോഗിയെ അന്വേഷിച്ച് കണ്ടെത്തും. ഒരു യഥാർത്ഥ മഹാത്മാവിനെ എനിക്ക് കണ്ടെത്താൻ കഴിയുകയില്ലെങ്കിൽ ഞാൻ അളകനന്ദയിൽ ചാടി ആത്മഹത്യ ചെയ്യും. ഒരു വേള ഞാൻ അനുകൂലമായ സാഹചര്യങ്ങളിൽ പുനർജനിക്കും. അപ്പോൾ ഇതുപോലുള്ള സന്ദേഹങ്ങളുടെയും നൈരാശ്യത്തിൻ്റെയും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം. ഹരി ഓം.